തിരുവനന്തപുരം നഗരസഭയുടെ ഒരു മാസം നീണ്ടുനിന്ന മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന് സമാപനമായി. ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തരംതിരിച്ച് ശേഖരിച്ചത്. അവശേഷിച്ച മാലിന്യത്തിൽ ഇനോക്കുലം ലായനി തെളിച്ച് ജൈവവളമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊതുമാർക്കറ്റുകളും ഓടകളും ശുചീകരിച്ച് ജനകീയ ക്യാമ്പയിനോടെയാണ് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് സമാപനമായത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യക്കൂനകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവശേഷിച്ച ജൈവമാലിന്യത്തിൽ ഇനോക്കുലം ലായനി തെളിച്ച് മാറ്റുകയും ചെയ്തു. ഒരു മാസം നീണ്ട പ്രയത്നത്തിൽ ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ വേർതിരിച്ചതെന്ന് മേയർ വി കെ പ്രശാന്ത് പറഞ്ഞു. പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ എല്ലാത്തിനെയും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കൂനകളിൽ നിന്നും പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുകയും പിന്നെ ബാക്കി വരുന്ന അഴുകുന്ന മാലിന്യങ്ങളിൽ ഇനോക്കുലം ലായനി തളിച്ചുകൊണ്ട് സ്വാഭാവിക കമ്പോസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് നഗരസഭ അവലംബിച്ചിരിക്കുന്നത്. വീടുകളിലുള്ള മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുന്നതിനൊരു സംവിധാനം ഭാവിയിൽ നമ്മൾ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. വേർതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടെ റീസൈക്ലിംഗിനായി അയക്കും. ബഹുജന ക്യാമ്പയിനിലൂടെ മാലിന്യം നീക്കം ചെയ്ത സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കി. ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ 100 വാർഡുകളിലും കൌൺസിലർമാർ വൃക്ഷത്തൈ നട്ടു. ക്യാമ്പയിന് സമാപനമായെങ്കിലും കാലവർഷം ആരംഭിക്കാനിരിക്കെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ തുടരുമെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 ഹെക്ടറിൽ കൂടി പച്ചക്കറി കൃഷി സർക്കാർ വ്യാപിപ്പിക്കും. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ജൈവ പച്ചക്കറിത്തോട്ടത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചാണ് SFIയുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജൈവ പച്ചക്കറിത്തോട്ടത്തിന് തുടക്കമായത്. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തൈ നട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കർശന പരിശോധന നടത്തും. വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പച്ചക്കറി കൊണ്ടുവരുന്നവര് വിഷരഹിത പച്ചക്കറിയാണ് എന്ന് ഉറപ്പുവരുത്തും. വിഷമുള്ള പച്ചക്കറിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാനുള്ള അനുമതി ഇല്ലാതാകും. മറ്റ് നിയമ നടപടികൾ അവരുടെ മേൽ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് 50,000 ഹെക്ടർ സ്ഥലത്ത് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണമെന്നാണ്. വാഴകൃഷിക്ക് പുറമെ പച്ചക്കറികളായ ചീര, വഴുതന, തക്കാളി എന്നീ തൈകളും കോളേജ് വിദ്യാർത്ഥികൾ നട്ടു. പച്ചക്കറി കൃഷിയുടെ വളർച്ച പരിശോധിക്കാൻ 2 മാസം കഴിയുമ്പോൾ താൻ എത്താമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനായി സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ഇവ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജൈവകൃഷി വിജയിപ്പിക്കുന്നതിനോടൊപ്പം എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പുത്തൂരിലെ കർഷകനായ ബാലചന്ദ്രൻ. കൃഷിയും സംഭരണവും വിപണനവും പരാശ്രയമില്ലാതെ നടപ്പാക്കിയാണ് ഈ കർഷകൻ മാതൃകയാകുന്നത്. 10 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ബാലചന്ദ്രന്റെ ജൈവ കൃഷി. വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മുളക്, വാഴ തുടങ്ങി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയിലൂടെ ഒരു ദിവസം മിനിമം ഒരിനം മാത്രം 500 കിലോയോളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും സഹായം കൂടിയായതോടെ ബാലചന്ദ്രന്റെ ജൈവകൃഷി മെഗാ ഹിറ്റായി. എന്നുമാത്രമല്ല, വിഷരഹിത പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് കോളിഫ്ലവറിനു പകരം വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോകാനാകുമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ മാറ്റണം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനത്തിനും അനുസരിച്ചാണ് നമ്മൾ അടുക്കളയിലെ മെനു തീരുമാനിച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് അടുക്കളയിലെ മെനു തീരുമാനിക്കണം. കോളിഫ്ലവർ ഉണ്ടെങ്കിലേ തോരൻ വെക്കുമെന്ന് നിർബന്ധം പിടിക്കണ്ട. അത് വാഴക്കൂമ്പായാലും മതി. സ്വന്തം വിപണന കേന്ദ്രമാണ് ബാലചന്ദ്രന്റെ വിജയ രഹസ്യം. കൃഷിയും സംഭരണവും വിപണനവും ഒരു കുടക്കീഴിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ എന്ന കർഷകന്റെ വിജയത്തിന് ആധാരം. പുത്തൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശും PK കുഞ്ഞാലിക്കുട്ടിയും ഗൂഢാലോചനയും അധികാര ദുർവിനിയോഗവും നടത്തിയതായി FIR. 4ഉം 5ഉം പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായും FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു.
സന്തോഷ് മാധവന് ബിനാമി ബന്ധമുള്ള സ്ഥാപനത്തിന് മിച്ചഭൂമിയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ അനുമതി നൽകിയ കേസിലാണ് 2 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കേസിൽ 1-ാം പ്രതിയായ മുൻ റവന്യൂ മന്ത്രി വിശ്വാസവഞ്ചന നടത്തിയതായി FIR-ൽ പറയുന്നു. 2-ാം പ്രതി മുൻ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി അടൂർ പ്രകാശ് ഗൂഢാലോചന നടത്തി. 2 മുൻ മന്ത്രിമാരും 3-ാം പ്രതി സന്തോഷ് മാധവൻ, 4-ാം പ്രതി BM ജയശങ്കർ എന്നിവരുമായി ക്രിമിനൽ ഗൂഢാലോചനയാണ് നടത്തിയത്. 3-ഉം 4-ഉം പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം തന്നെ ദുരുപയോഗം ചെയ്തതായി FIR-ൽ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി ഇവർ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി. ഭൂപരിധി നിയമത്തിൽ നിന്നും ഒഴിവാക്കി നൽകിയത് അധികാര ദുർവിനിയോഗമാണെന്നും DYSP RD അജിത് FIR-ൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി മുൻ സർക്കാർ പ്രവർത്തിച്ചു. സർക്കാരിന് ഇത് വലിയ വീഴ്ചയാണ്. 120B, 409 എന്നീ വകുപ്പുകളും 1988-ലെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവുമാണ് 4 പ്രതികൾക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 2015 ഫെബ്രുവരി 25-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ വിവാദ തീരുമാനമെടുത്തത്. FIR മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ഷീജ, തിരുവനന്തപുരം. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ നടുറോഡിൽ വെച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെയാണ് തിരുവനന്തപുരം നേമത്ത് അധ്യാപികയായ സുസ്മിതയെ ഭർത്താവ് കുമാർ കൊലപ്പെടുത്തിയത്. ഭർത്താവുമായി 2 വർഷത്തോളമായി സുസ്മിത പിണങ്ങിക്കഴിയുകയായിരുന്നു. തിരുവനന്തപുരം നേമം ശിവൻകോവിലിനടുത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. നേമം സ്വദേശിനിയായ സുസ്മിതയെ ഭർത്താവ് കുമാർ റോഡിലിട്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുമാറിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ 2 വർഷമായി പിണക്കത്തിലായിരുന്ന കുമാറും സുസ്മിതയും വെവ്വേറെയാണ് താമസിച്ചിരുന്നത്. ഇവരുടെ 2 മക്കളെ കോടതി ഉത്തരവനുസരിച്ച ഞായറാഴ്ചകളിൽ കുമാറിനൊപ്പം വിടും. പതിവ് പോലെ ഇന്നലെയും കുട്ടികളെ കുമാറിനു കൈമാറിയ സുസ്മിത കുട്ടികളെ തിരികെ കൊണ്ടുപോകാൻ വന്നപ്പോഴാണ് കൊലപാതകം നടന്നത്. കുമാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിൽ മക്കളെ ചൊല്ലിയുള്ള വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുമാർ സമ്മതിച്ചു. ഇയാളെ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിൽ മുൻ DGP TP സെൻകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി അതൃപ്തി രേഖപ്പെടുത്തി. കേസിൽ പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതായുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും വിശദമായ പുതിയ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് തന്നെ സമർപ്പിക്കണമെന്നും JB കോശി മുൻ DGP TP സെൻകുമാറിന് നിർദ്ദേശം നൽകി. പെരുമ്പാവൂർ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വീഴ്ചയും അന്വേഷണം ഇഴയുന്നതും സംബന്ധിച്ച നിരവധി പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിലെത്തിയ സാഹചര്യത്തിലാണ് മുൻ DGP TP സെൻകുമാറിനോട് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉത്തരവിട്ടിരുന്നത്. അതേസമയം മുൻ DGP TP സെൻകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് പറഞ്ഞ ചെയർമാൻ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്നാണ് വീട് സീൽ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സീൽ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം എന്താണ്, അതിന് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എന്താണ്, അത് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മറുപടിയില്ല. താൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ FIR, പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് എന്നിവയുടെ പകർപ്പുകളില്ലെന്നും JB കോശി പറഞ്ഞു. ഇതൊക്കെ പോലീസിന്റെ വീഴ്ച വ്യക്തമാകുന്നതാണെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോശി പറഞ്ഞു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നുള്ളതിനുള്ള തെളിവുകളും പീപ്പിൾ TVക്ക് ലഭ്യമായി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപം ഉയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പൊതുയാത്രാ വാഹനങ്ങളിലേക്ക് യാത്രക്കാരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബസ് ഡേ പരിപാടിക്ക് കൊച്ചിയിൽ തുടക്കം. ജനപ്രതിനിധികളും ചലച്ചിത്ര താരവും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്.
കാക്കനാട് കളക്ടറേറ്റിൽ നിന്ന് 10:30 പുറപ്പെട്ട ബസ്സിലാണ് VIP-കൾ കയറിയത്. MLA PT തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സനിൽ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ മുത്തലിബ്, ഒപ്പം ചലച്ചിത്ര താരം ടിനി ടോം. എല്ലാവരും കുശലം പറഞ്ഞും മുൻകാല ബസ് യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചും യാത്ര തുടർന്നു. VIP-കളായതുകൊണ്ട് സൗജന്യ യാത്രയാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട. എല്ലാവരും ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്തത്. കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സ്വകാര്യ യാത്രാവാഹനങ്ങൾ നിരത്തുകളിൽ നിന്നും പരമാവധി ഒഴിവാക്കി സ്വകാര്യ ബസ്സുകളും KSRTCയും ഉപയോഗിക്കാൻ യാത്രക്കാർക്ക് പ്രചോദനം നൽകുകയാണ് VIP-കളെ ഉൾപ്പെടുത്തിയുള്ള ബസ് ഡേ ആചരണത്തിൻ്റെ ലക്ഷ്യം. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പും സ്വകാര്യ ബസ്സുടമ സംഘടനകളും ചേർന്നാണ് ബസ് ഡേ പരിപാടി ആചരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തനിക്ക് 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തതായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരന്റെ വെളിപ്പെടുത്തൽ. കേസ് പരിഗണിക്കവേ തുറന്ന കോടതിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയ ജഡ്ജി താൻ ഈ കേസിൽ നിന്നും പിന്മാറുന്നതായും അറിയിച്ചു. കോഫൈപോസ പ്രകാരമുള്ള കരുതൽ തടങ്കലിൽ നിന്നും പ്രതികളെ ഒഴിവാക്കാനായിരുന്നു കോഴ വാഗ്ദാനം. നെടുമ്പാശ്ശേരി വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശികൾ പ്രതികളായ കേസ് പരിഗണിക്കവെയാണ് ജഡ്ജിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലുണ്ടായത്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, A ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കോഫൈപോസ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിനിടെ താൻ പ്രസ്തുത കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതായി ജസ്റ്റിസ് KT ശങ്കരൻ തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രതികൾ തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തുവെന്നും ജഡ്ജി ഓപ്പൺ കോടതിയിൽ വെളിപ്പെടുത്തി. പ്രതികളുടെ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയുടെ കോഴയാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും ജഡ്ജി പറഞ്ഞു. എന്നാൽ ബാഹ്യമായ ചില കാരണങ്ങളാൽ താൻ കേസിൽ നിന്ന് ഒഴിവാകുന്നു എന്നാണ് ജസ്റ്റിസ് KT ശങ്കരൻ ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി മെട്രോ റെയിൽ 2017 മാർച്ചിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ത്രൈമാസത്തിൽ സമർപ്പിക്കണം. നിർമ്മാണ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും. E ശ്രീധരന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് KMRL DMRC സംയുക്ത യോഗം വിളിക്കാനും യോഗത്തിൽ ധാരണമായി. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതിയും. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTA ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. ജൂൺ 8-ന് സ്കൂൾ പൂട്ടണം. അധ്യയനം ആരംഭിച്ചെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും അടിയന്തരമായി സ്റ്റേ വേണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് PC ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാൻ ആവശ്യത്തിലേറെ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ നേരത്തെ തന്നെ ബദൽ മാർഗം തേടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്കൂൾ പൂട്ടാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും മുൻ സർക്കാർ ഇതിനെ അനുകൂലിച്ചിരുന്നു. ഹൈക്കോടതി ഇതിന് അംഗീകാരവും നൽകി. ഇതേ തുടർന്ന് മാറി വന്ന LDF സർക്കാരും സ്കൂളിലെ അധ്യാപക രക്ഷിതാക്കളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇനി മലാപ്പറമ്പ് സ്കൂൾ പ്രദേശത്ത് ചിറകു വിടർത്താം. 75-ൽ പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി ഇരുട്ടിലേക്കും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. മറ്റു സ്കൂളുകളിൽ സമാന സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ നിയമ ഭേദഗതി നടത്തുന്നത് പരിഗണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി മാനിക്കുകയാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്ത് നടപടിയെടുക്കണമെന്ന് കൂടിയാലോചനയോടെ തീരുമാനിക്കും. സോളാർ കേസിൽ ശേഷിക്കുന്ന തെളിവുകൾ 17-ന് സമർപ്പിക്കുമെന്ന് സരിത. കേസിൽ സരിത സമർപ്പിച്ച മുഴുവൻ തെളിവുകളും കമ്മീഷൻ സരിതയുടെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസം 11-നും 13-നും സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവയാണ് സരിത S നായരുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയത്. 3 പെൻഡ്രൈവുകളും 8 ഡോക്യുമെന്റുകളും അടങ്ങുന്ന തെളിവുകൾ കമ്മീഷൻ പിന്നീട് വിശദമായി പരിശോധിക്കും. ആരോപണ വിധേയർക്ക് അവരവർ ഉൾപ്പെട്ട ഭാഗങ്ങളുടെ പകർപ്പ് കമ്മീഷൻ നൽകും. പിന്നീട് ഇവർക്ക് സരിതയെ ക്രോസ് വിസ്താരം നടത്താൻ അനുമതി നൽകുമെന്നും കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ അറിയിച്ചു. മല്ലയിൽ ശ്രീധരൻ നായർക്കൊപ്പം ഉമ്മൻചാണ്ടിയെ കണ്ടതിന്റെ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ സമർപ്പിക്കുമെന്ന് സരിത പറഞ്ഞു. ഞാനിപ്പോൾ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്തു. ഇനി എൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറഞ്ഞുള്ളത് ഒരു 3 ഫോട്ടോസ് മാത്രമാണ്.
ആ 3 ഫോട്ടോസും കൂടെ 17ന് കൊടുക്കുമ്പം എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ഡിജിറ്റൽ എവിഡൻസസും ഞാൻ കൈമാറിയിട്ടുണ്ട്. സോളാറിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീതി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നൽകിയ തെളിവുകളുടെ ഒറിജിനലും കൂടുതൽ തെളിവുണ്ടെങ്കിൽ അവയും 17ന് ഹാജരാക്കണമെന്ന് കമ്മീഷൻ സരിതയ്ക്ക് കർശന നിർദ്ദേശം നൽകി. ആദ്യഘട്ട തെളിവെടുപ്പ് ഈ മാസം 30ന് പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഡ്വക്കേറ്റ് ജനറലായി CP സുധാകര പ്രസാദ് ചുമതലയേറ്റു. ഹൈക്കോടതി സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ AG KP ദണ്ഡപാണി ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരും മുതിർന്ന അഭിഭാഷകരും സന്നിഹിതരായിരുന്നു. കോടതിയും സർക്കാരും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആർബിട്രേഷൻ കേസുകളിൽ സർക്കാരിന് പരമാവധി വരുമാനമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം വ്യക്തമാക്കി. സാധാരണക്കാർക്കും പാവങ്ങൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും നീതി ലഭ്യമാക്കാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് വ്യക്തമാക്കി. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് KPCC അധ്യക്ഷൻ VN സുധീരൻ. നേതൃമാറ്റം എന്ന ആവശ്യം മാധ്യമ സൃഷ്ടിയാണെന്നും VM സുധീരൻ പറഞ്ഞു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീറിനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. തിരുവനന്തപുരം നാവായിക്കുളത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. ബ്ലീച്ചിംഗ് പൗഡറുമായി വന്ന ലോറിയാണ് കത്തി നശിച്ചത്. പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. പുരോഗമന കലാസാഹിത്യ സംഘം ഏർപ്പെടുത്തിയ പ്രൊഫസർ A സുധാകരൻ സാംസ്കാരിക പുരസ്കാരം സാഹിത്യകാരൻ സുനിൽ P ഇടയിളത്തിന് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമർപ്പിച്ചത്. പുകാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ VN മുരളി, വിനോദ് വൈശാഖി, PS ശ്രീകല, KN ഗംഗാധരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. MLA മന്ത്രി കൂടിയായതോടെ തവനൂരിലെ വികസന സ്വപ്നങ്ങൾക്ക് നിറം കൂടി. എല്ലാവർക്കും വീടും തൊഴിലും എല്ലാവർക്കും കുടിവെള്ളവും തുടങ്ങി മണ്ഡലത്തിന്റെ സർവോന്മുഖ വികസനം ഈ 5 വർഷത്തിനിടെ കാണാമെന്ന ഉറപ്പും മന്ത്രി KT ജലീൽ നൽകി കഴിഞ്ഞു. മനസ്സും ശരീരവും വിശ്വാസികൾ ൽ PK കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി നിയമസഭയിലെത്തിയ KT ജലീൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ തവനൂരിനെയാണ് പ്രതിനിധീകരിച്ചത്. മിനി പമ്പ, പ്രതീക്ഷാഭവൻ, കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഇതിനകം തന്നെ തവനൂർ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. KT ജലീൽ MLA LDF മന്ത്രിസഭയിൽ അംഗം കൂടിയായതോടെ മണ്ഡലത്തിന്റെ പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ല. മന്ത്രിയായെത്തിയ KT ജലീലിന്റെ ആദ്യ വാക്കുകളാണിത്. എല്ലാവരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ, അഴിമതിരഹിതമായി സ്വജനപക്ഷപാത മുക്തമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രഭാഷകനായും നേതാവായും എഴുത്തുകാരനായും ജനപ്രതിനിധിയായും താരമായി നിന്ന തവനൂരിലെ MLA മന്ത്രിയായും തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലുള്ളവർ. KT സാലിഹ്, മലപ്പുറം. റംസാൻ വ്രതം ആരംഭിച്ചു. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് വ്രതം ആരംഭിച്ചത്. ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് 1 മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും.
വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.